ഹലോ ഗായ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം സ്വാഗതം. സോ ഗായ്സ്, നമ്മളുടെ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3 ദിവസമായി. ഇപ്പോഴാണ് ഒരു വീഡിയോ ഇടാൻ പറ്റിയുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഫ്ലാഗ് ഓഫ് പോലത്തെ പരിപാടിയൊക്കെ എന്ത് വെക്കാഞ്ഞെന്നുള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു പ്രാർത്ഥന, അതേപോലെ തന്നെ ചങ്ങന്മാർ വീട്ടുകാരൊക്കെ ചെയ്യുന്ന ഒരു ബെസ്റ്റ് വിഷസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 11:30 ആയിട്ടുണ്ടാവും. 11:30 നമ്മൾ കോട്ടക്കൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ണൂർ വഴി നേരെ മാംഗ്ലൂർ ആയിരുന്നു ഫസ്റ്റ് ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. പോരുന്ന വഴിക്ക് നമ്മുടെ ഫ്രണ്ട് മുസമ്മിലിനൊന്ന് കണ്ട് നീലേശ്വരത്ത് വെച്ചിട്ട്. പിന്നെ ആളെ വക നീലേശ്വരത്തിലെ കുറച്ച് പലഹാരങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റി. സോ അത് കഴിഞ്ഞ് നേരെ മാംഗ്ലൂർ എത്തിയപ്പോൾ ബോർഡറും ക്രോസ് ചെയ്യാനൊരു സീനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ബോർഡറൊക്കെ RTPCR ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ചോദിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കൂളായിട്ട് തന്നെ ബോർഡറിൽ എന്തിനാ ക്രോസ് ചെയ്ത് മാംഗ്ലൂർ എത്താൻ പറ്റി. ഈവനിങ് ഒരു 8:30 ആയ സമയത്താണ് കേട്ടോ നമ്മൾ മാംഗ്ലൂർ എത്തുന്നത്. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഫുഡും പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റേ ഒപ്പിക്കുക എന്നുള്ളതായിരുന്നു. സ്റ്റേ കുഴപ്പമില്ല, നമുക്ക് KSRTCൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു റൂമുണ്ടായിരുന്നു, ഒരു ലോഡ്ജ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടി. വളരെ ചീപ്പാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഒരു കോസ്റ്റ്ലി കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. 2 ആൾക്കാർക്ക് 500 രൂപ എന്ന രീതിയിലാണ് നമുക്കവിടെ സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തിടാം. നമ്മളിപ്പോൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചീപ്പായിട്ട് റൂമാണ്. വലിയ സെറ്റപ്പ് റൂമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നോൺ AC ആണ്. നമുക്കൊന്ന് ഫ്രഷ് ആവണം, ഒന്ന് ഉറങ്ങണം അല്ലേ, ആ ഒരു പർപ്പസിന് ഓക്കെ ആയിട്ടുള്ള റൂമാണ്. സത്യത്തിൽ 500 വരത്തില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. 400 രൂപയ്ക്ക് ആ റേഞ്ചിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബാർഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ വന്നിരുന്ന ടൈം എന്ന് പറഞ്ഞാൽ ദീപാവലി സീസൺ ആയതുകൊണ്ടാണ് 500 എന്ന രീതിയിൽ മാത്രം നമുക്ക് പിടിക്കാൻ പറ്റും. മാംഗ്ലൂരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാഷ്യൂ നട്ട് കോഫിയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലേസാണ് മാംഗ്ലൂർ എന്ന് പറയുന്നത്. അധികം എക്സ്പോർട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത്. നമ്മൾ കാഷ്യൂ നട്ടിൻ്റെ ഇൻഡസ്ട്രിക്കാണ് ആദ്യം ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല, കാരണം ദീപാവലി ആയിരുന്നു, അവിടെ ഓഫ് ആയിരുന്നു. ഇപ്പോൾ നമ്മളവിടെ വേറെ കുറച്ച് ഫാക്ടറീസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ചില ഫാക്ടറീസ് കയറ്റിയില്ല, കാരണം നമ്മൾ മെയിൽ അയച്ചതൊക്കെ ഒന്ന് ഡിലേ ആയതുകൊണ്ട്. കാരണം വലിയ കമ്പനീസ് നമ്മൾ ഒറ്റയടിക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ചിലതൊന്നും അപ്രൂവ് ആയിട്ടില്ല. പക്ഷേ ചിലയിടത്തൊക്കെ കയറാൻ പറ്റി. ലൈക്ക് നമ്മുടെ മാറ്റ് ഉണ്ടല്ലോ, മാറ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സോഡ ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേറെ ഒന്നായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ മാംഗ്ലൂരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഇവിടുത്തെ ഫിഷിംഗ് ഹാർബറാണ്. നമ്മുടെ നാട്ടിലോട്ട് വരെ ഏറ്റവും കൂടുതൽ മീൻ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ്. കാരണം നമ്മൾ വന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേരള രജിസ്റ്റേർഡ് വണ്ടികളാണ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ബിസിനസ് നടക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ. എല്ലാം തന്നെ ചെയ്യുന്നത് നമ്മളെ മലയാളീസാണ്. ഇപ്പോൾ ഫിഷിംഗ് ഹാർബറിൽ നമ്മൾ പോയ സമയത്ത് ഒരു ചെമ്മാട്ടുകാരനായിരുന്നു, ഒരു ഇക്കയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആൾ 25 വർഷമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എല്ലാം തന്നെ നമ്മുടെ നാട്ടിലോട്ടാണ്, മഞ്ചേരി, മലപ്പുറം, കോട്ടക്കൽ ഏരിയ ആയിട്ടാണ് ഇവിടെ എല്ലാം തന്നെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റാണ്. നൈറ്റ് മാർക്കറ്റ് ഒന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും എല്ലാം തന്നെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഹിന്ദിയും അതുപോലെ തന്നെ മലയാളമോ അല്ലെങ്കിൽ കുറച്ച് ഇംഗ്ലീഷൊക്കെ തന്നെ മതി ഇവിടെ പിടിച്ച് നിൽക്കുകയാണ്. കാരണം നമ്മൾ കേരളത്തിൽ തന്നെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട്
ഒരുപാട് മലയാളത്തിലെ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് മലയാളീസാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ബിസിനസ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും മസ്റ്റായിട്ടുള്ള ഒന്നാണ് ഫുഡ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും മസ്റ്റായി ആയിട്ട് ഒന്ന് കഴിച്ച് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് മാംഗ്ലൂർ ബൺ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റമാണ് കേട്ടോ. കുറച്ചൊക്കെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് കൊള്ളാം, നല്ലൊരു സാധനമായിരുന്നു. ആൻഡ് പിന്നെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ടീക്ക് റോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഒരുപാട് റിവ്യൂ കേട്ടിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാധനം മുന്നിലെത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ പൂരി ബജിയുടെ ഒരു വെറൈറ്റി വേർഷനാണ് എന്നുള്ളത്. ആൻഡ് പിന്നെ എന്ന് പറയുന്നത് ഇവിടുത്തെ കാസി ഹൽവ എന്ന് പറയുന്ന ഒരു ഹൽവയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് പബ്ബാസ് എന്ന് പറയുന്ന ഈ ഐസ്ക്രീം ഷോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും മെയിൻ ഫാക്ടറി എന്ന് പറയുന്നത് ഐഡിയൽ ഐസ്ക്രീം എന്ന് പറയുന്ന ഫാക്ടറിയാണ്. മാംഗ്ലൂരിൻ്റെ ഒരു ഐസ്ക്രീം സിറ്റി എന്നറിയപ്പെടാൻ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഐഡിയൽ ഐസ്ക്രീം ഫാക്ടറിയാണ്. ഇവരുടെ ഒരു ഷോപ്പാണ് പബ്ബാസ് എന്ന് പറയുന്ന ഈ ഒരു ഐസ്ക്രീം ഷോപ്പ് എന്ന് പറയുന്നത്. സോ ഗൈസ്, ഇതെല്ലാം തന്നെയാണ് മാംഗ്ലൂരിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത്. ഒരു ദിവസമാണ് ഫുള്ളായിട്ട് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ച് ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്തിരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. തീർച്ചയായിട്ടും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുണ്ട് എന്നറിയാം. അതെല്ലാം തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഗോകർണ ആൻഡ് ഗോവയാണ്. സോ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.